Mr. Global here. Let's talk about Friday Night SmackDown. The King of Ring, The American Nightmare. കോഡ് റോഡ്സ് വരുന്നു, റിങ്ങിൽ അഡ്രസ് ചെയ്യുന്നു. കോടി ആദ്യം തന്നെ സംസാരിക്കുന്നത് ഇന്നലെ മരിച്ചുപോയ ഹൾക്ക് ഹോഗനെ പറ്റിയിട്ടാണ്. ഹൾക്ക് ഹോഗൻ ആരായിരുന്നു, WWE പ്രോ റെസ്ലിംഗില് ഹൾക്ക് ഹോഗന്റെ സംഭാവനകൾ അതൊന്നും മറക്കാനാവാത്തതാണെന്നും കോടി ആ സമയം പറയുന്നുണ്ട്. എന്നെ പോലൊരാൾ ഈ റിങ്ങിൽ ഇവിടെ വന്ന് ഞാനൊരു WWE സൂപ്പർ സ്റ്റാർ ആണെന്ന് പറയാൻ കാരണം അദ്ദേഹം തന്നെയായിരുന്നു. ഈ നിമിഷം ഞാൻ പറയുന്നു, താങ്ക് യു ഹൾക്ക് ഹോഗൻ. ക്ലീവ്ലൻഡ്. ഇനി നമ്മൾക്ക് കാര്യത്തിലേക്ക് വരാം. സ്ട്രീറ്റ് ഫൈറ്റ്സ് ഒരുപാട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ സമ്മർ സ്ലാമിൽ നടക്കുന്ന സ്ട്രീറ്റ് ഫൈറ്റ് അത് ബ്രൂട്ടലും റൂത്ത്ലെസ്സുമായിരിക്കും. ഞാൻ ആ മാച്ചിനെ പറ്റി ആലോചിക്കുമ്പോൾ എൻ്റെ വിജയത്തെയല്ല എനിക്ക് ഓർമ്മ വരുന്നത്. ആ മാച്ചിൽ ഞാൻ കാണുന്ന വയലൻസിനെയാണ്. കഴിഞ്ഞ ആഴ്ച അത് ജോൺസിനെ കണ്ടതാണ്. അതിനപ്പുറമായിരിക്കും സമ്മർ സ്ലാമിൽ വരാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ ഈ ജോൺസിനെയായി കോമ്പീറ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ആദ്യ അറ്റംപ്റ്റിൽ തന്നെ കള്ളത്തരം കാണിച്ച ജോൺസിനെയല്ല എനിക്ക് വേണ്ടത്. ദിവസങ്ങൾ എണ്ണിക്കഴിയുന്ന ഒരു സിനെ ആയിട്ടല്ല എനിക്ക് ഫൈറ്റ് ചെയ്യേണ്ടത്. സമ്മർ സ്ലാമിൽ എനിക്ക് വേണ്ടത് ആ പഴയ റിയൽ ജോൺസിനെയാണ്. കാരണം എനിക്കറിയാം ആ ചാമ്പ്യൻഷിപ്പ് എത്രമാത്രം പ്രാധാന്യമേറിയതാണെന്ന്. ഞാൻ ഈ റിങ്ങിൽ നിൽക്കുന്നിടത്തോളം കാലം ഞാൻ കോമ്പീറ്റ് ചെയ്യുന്ന ഓരോരുത്തരും അത്രയും ബെസ്റ്റ് ആവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെല്ലാം ആഗ്രഹിക്കുന്ന ആ ജോൺസിന, വൺസ് ഇൻ എ ജനറേഷൻ സൂപ്പർ സ്റ്റാർ, WWE ഫേസ് എന്നെ മാറ്റിമറിച്ച ഒരാൾ ജോൺസിന. ഇത് നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷെ ഇത് നിങ്ങളുടെ അവസാന സമ്മർ സ്ലാം ആണെങ്കിൽ നിങ്ങളുടെ ആദ്യത്തെ മാച്ച് എന്ന പോലെ എന്നെയായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ വരണം. എനിക്ക് അവനെയാണ് വേണ്ടത്. എൻട്രൻസിൽ നിന്നും ക്യാമറമാനോട് വർത്തമാനം പറയുന്ന ആ സിനയെ, തൻ്റെ WWE ചാമ്പ്യൻഷിപ്പിനെ റെസ്പെക്ട് ചെയ്യുന്ന ആ സിനയെ, ലോയൽറ്റി, ഹസിൽ, റെസ്പെക്ട് എന്ന വാക്കിന് അർത്ഥമായ ആ സിനയെ, അവനെയാണ് എനിക്ക് വേണ്ടത്, ആ സിനയെ. ഇത് പറഞ്ഞതിന് ശേഷം കോടി വല്ലാത്തൊരു അസ്വസ്ഥനായി കുറച്ചു നേരം നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ റിയൽ ജോൺസിനെയായി ഞാൻ ഫൈറ്റ് ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ എനിക്കറിയണം എന്തുകൊണ്ടാണ് ഈ സ്റ്റോറിക്ക് വേണ്ടി നിങ്ങൾ തകർത്ത നിങ്ങളുടെ ലെഗസി ഇതൊരു കള്ളമാണോ അതോ ഫാന്റസിയാണോ? ഇതിനെല്ലാം ഉത്തരം നിങ്ങൾക്കേ പറയാൻ പറ്റുള്ളൂ ജോൺ. അടുത്ത ആഴ്ച കാണാം എന്ന് പറയുന്നതും കോടി പോകുന്നു. എന്താണ് കോടി ജോൺ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ഈ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഫോക്സ്.